സോ കേവലാറ് കാണുന്ന ഒരു കാഴ്ചയാണ്. സോ ഇത് കേവലാറിൻ്റെ ഒരു സൈഡാണ്. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാരൊക്കെ ടൂറിസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. ഇവിടെ ഐസ്ക്രീം ഒക്കെ കഴിച്ച് പോണ ആൾക്കാരാണ്. ഇന്ന് ഒരു കൂട്ടം സമൂഹം ഇവിടെ പള്ളിയിലത്തെ പരിപാടികളൊക്കെ ആയിട്ട് ഒരു ബസ്സിൽ തന്നെ വന്നിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഇന്ന് ഞായറാഴ്ച ആയിട്ടും ഇവിടെ അത്യാവശ്യത്തിന് ആൾക്കാർ ഉള്ളത്. ഇതൊരു പിൽഗ്രിമേജ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, തീർത്ഥകേന്ദ്രം, തീർത്ഥയാത്ര നടത്തുന്ന ഒരു സ്ഥലമാണ്. സോ ഇന്ന് അവിടെ നമുക്ക് കുറേ മെഴുകുതിരി കത്തിച്ച് ഇരിക്കുന്നത് കാണാം. നോർമലി അത്ര അധികം മെഴുകുതിരികൾ ഉണ്ടാവാറില്ല, ബട്ട് ഈ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇന്ന് ഒരു ബസ്സിൽ ഫുൾ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ പ്രകൃതമായിട്ടാണ് നമുക്കിവിടെ ഈ ഭാഗത്തൊക്കെ മെഴുകുതിരി കാണാൻ പറ്റണേ. മെഴുകുതിരി കത്തിച്ചിട്ടുള്ള മെഴുകുതിരി ഉണ്ട്. അത് ബൈസ്റ്റേ കപ്പിളല്ല, ഇത് കർസൻ കപ്പേള. ഞാൻ പറഞ്ഞില്ലേ, കർസൻ കപ്പിള, മെഴുകുതിരി ചാപ്പൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ ജസ്റ്റ് അപ്പുറത്താണ് ഈ പള്ളി. സോ ഇന്ന് അത്യാവശ്യത്തിന് ടൂറിസ്റ്റേഴ്സ് ഉണ്ട്. ആൻഡ് വാട്ട് എൽസ്, ഇന്ന് നോർമലായിട്ട് കാണാൻ പറ്റാത്തൊരു സാധനങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ലൈക്ക് ഇവിടെ ഈ കട ഇവിടെ ഉണ്ടാവാറില്ല നോർമലി. അത് എന്തോ പ്രത്യേക സാഹചര്യത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ അവിടെയും ഒരു കട തുറന്നിട്ടുണ്ട്. ഇതെന്തോ ജ്വല്ലറി പോലത്തെ സാധനമൊക്കെയാണ്. ഇവിടുത്തെ അമ്മച്ചിമാരെ സ്വർണ്ണവും കാര്യങ്ങളൊന്നും ഇടില്ല അധികം. ബട്ട് വാട്ട് ദേ പുട്ട് ഈസ് ദീസ് കൈൻഡ് ഓഫ് മാലകൾ, യുനോ, മാലകൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് അവർ നോർമലി ഉപയോഗിക്കാറ്. പിന്നെ ഇവിടെയും കഫേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യത്തിന് ക്രൗഡ് ഇന്ന് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നോർമലി ഒരു ദിവസം പോലെ അല്ല ഇത്. ഇന്ന് ഞായറാഴ്ച കൊണ്ടാവാം. പിന്നെ അവിടെ ഒരു കടയിൽ ബെൽറ്റ്, ജാക്കറ്റ് അല്ല, ബാഗും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഒരു കട തുറന്നിട്ടുണ്ട്. അതും നോർമലി ഇവിടെ ഉണ്ടാവാറില്ല. പിന്നെ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോണു. ഞാൻ ഇവിടുത്തെ നോർമൽ ഒരു ടൂറിസ്റ്റേഴ്സ് അല്ലെങ്കിൽ നോർമലി ഞായറാഴ്ചകൾ ഇങ്ങനെ ആവാറില്ല, ബട്ട് ഇന്ന് ഒരു സ്പെഷ്യൽ ഞായറാഴ്ചയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ആൾക്കാരെ നമുക്കിവിടെ കാണാൻ പറ്റണേ. നോർമലി ഇത്ര ആൾക്കാരുണ്ടാവാറില്ല. സോ നമുക്കിവിടെ പലതരം കൊടികളൊക്കെ കാണാൻ കണ്ടോ. ഇതൊക്കെ ഞാൻ പഴയ വീഡിയോസിൽ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. സ്റ്റിൽ ഐ എം ഷോയിങ് യു. ബ്രസീലിൻ്റെ കൊടി, അർജന്റീനയുടെ കൊടി ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല കേട്ടോ. പിന്നെ നമ്മുടെ നാട്ടിലത്തെ ഒരു കൊടിയുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ ഒരു കൊടി ഇവിടെ ഒരു ഭാഗത്തായിട്ടുണ്ട്. ഞാനത് കാണിച്ചു തരാം. അത് ഏകദേശം കുറച്ച് നീങ്ങിയിട്ടാണ്, ഞാൻ കാണിച്ചു തരാം. ബട്ട് ആ ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ കണ്ടോ, ഇന്ത്യയുടെ കൊടി കാണാൻ പറ്റില്ലേ. സോ ദാറ്റ്സ് ഇന്ത്യയുടെ കൊടി. സോ ഇന്ന് കുറച്ച് കടകളൊക്കെ തുറന്നിട്ടുണ്ട്. എല്ലാ കടകളും തുറന്നിട്ടില്ല. സ്റ്റിൽ ഈ ഒരു ഭാഗത്തായിട്ട് വേറെ ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ് ഉണ്ട്. ഇവിടെ കണ്ടോ, അതിലെ പ്രത്യേകത കണ്ടോ, അവിടെ ഡാൻസ് ഒക്കെ ചെയ്യും ആൾക്കാരൊക്കെ. ഇത് ഓരോ ഭാഗത്തും ഇപ്പോൾ ഇവര് പ്ലേ ചെയ്യുന്നുണ്ട്. എന്താ സംഭവം എന്നറിയില്ല. നോർമലി ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ ഉണ്ടാവാറില്ല ഈ ഒരു സ്ട്രീറ്റിൽ. ഇന്നെന്താ മ്യൂസിക് ഡേ ആണോ എന്നറിയില്ല. കുറേ ആൾക്കാർ ഓരോ കോർണറിലും ഈ ഒരു മെഷീനായിട്ട് നിൽക്കുന്നുണ്ട്. സോ അത് വരണ വഴിയിലൊരു 2-3 എണ്ണം കണ്ടു. ഐ വിൽ ഷോ യു ദാറ്റ് ആസ് വെൽ. സോ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. അവിടേക്ക് പോകുമ്പോൾ ചെറിയൊരു സൗണ്ട് കേൾക്കാറില്ലേ പാട്ടിൻ്റെ. അറ്റത്താണ് പാട്ട്. അവിടെയും ഇതുപോലൊരു അപ്പാപ്പൻ പാട്ടൊക്കെ വെച്ചിട്ടിരിക്കുകയാണ്. അതൊക്കെ കൗതുകത്തോടെ നോക്കിക്കുന്ന ഒരു കൂട്ടം സമൂഹം. ഇവിടെ 2 അപ്പാപ്പന്മാരുണ്ട്. ഇവിടെ മത്സരമാണ്. ഈ അപ്പാപ്പൻ ഇവിടെ ഐസ്ക്രീം വണ്ടി പോലത്തെ സാധനമാണ് കണ്ടോ. അതിനോട്ട് വായിച്ചു പോവാണ് കണ്ടോ.
അപ്പുറത്തെ അപ്പാപ്പൻ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞു. അടുത്ത അപ്പാപ്പൻ ഇവിടെ തുടങ്ങും. ഇതൊരു പ്രത്യേക വണ്ടി തന്നെയാണ് കണ്ടോ. ഇവിടെ ആൾക്കാർക്ക് പാട്ടും കാര്യങ്ങളൊക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയ പൈസ ഒക്കെ ഇടും. നമ്മുടെ കയ്യിൽ അധികം പൈസ ഇല്ലാത്തതുകൊണ്ട് എന്നിട്ടില്ല. നമ്മുടെ കയ്യിൽ ഫുള്ള് നോട്ടല്ലേ, നോട്ടായതുകൊണ്ട് നമ്മളധികം പൈസ ഇട്ടില്ല. സോ ലെറ്റ്സ് ഗോ. ഇന്ന് നമുക്ക് ട്രെയിൻ പിടിക്കണം. സോ ഐ ഹാവ് ടു റൺ ലിറ്റിൽ ബിറ്റ്. സോ ഐ എം ഓൺ ദി വേ ബ്രോ. അങ്ങനെ ഞാൻ അടുത്ത സ്ട്രീറ്റിൻ്റെ ആ സെയിം സ്ട്രീറ്റിൻ്റെ അറ്റത്തേക്ക് എത്താറായി. ഇവിടെ നമുക്ക് US-ൻ്റെ കൊടിയാന്ന് തോന്നുന്നുണ്ട്. US-ൻ്റെ കൊടിയാണോ ഏതിൻ്റെ കൊടിയാണോ എന്നറിയില്ല. അവിടെ ഇതേപോലെ തന്നെ പാട്ടിപ്പെട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഇവിടെ ഇതാണ് നമ്മുടെ കെവലാറിൻ്റെ സ്റ്റാർട്ടിങ്. ഈ കാണുന്ന സൈഡിൽ അവിടെയാണ് കെവലാറിലത്തെ മെയിൻ എൻട്രൻസ് പോലത്തെ ഒരു സ്ഥലം, ലൈക്ക് സിറ്റിയുടെ അടുക്ക് കയറുന്ന സ്ഥലം. സോ അവിടെ ഇതേപോലെ ഇവിടെ കുറച്ചധികം ആൾക്കാരുണ്ട് ലൈക്ക് പാട്ട് പാടാനായിട്ട്. ഇവിടെ മത്സരമാണ്. ഇവിടെ 1, 2, 3, 4, 5 മെഷീനുകളുണ്ട്. സോ അങ്ങനെ അവിടുത്തെ കാഴ്ചകൾ കണ്ടു. സോ ഇതാണ് മെഷീൻ്റെ ബാക്ക് സൈഡൊക്കെ കണ്ടോ. ചക്രമുണ്ട്, പിന്നെ ഒരു പെട്ടിയുണ്ട്. ഇതാണ് മറ്റൊരു നോട്ട്സും കാര്യങ്ങളൊക്കെ. അപ്പം തൊട്ടപ്പുറത്ത് ഈ അപ്പാപ്പ തന്നെ അപ്പുറത്ത് പോയിട്ട് പാട്ട് പാടി തുടങ്ങി. സോ ഇതാണ് നമ്മുടെ മെഷീൻ. സോ ഇതാണ് ഈ മെഷീൻ്റെ ബാക്ക് സൈഡും. ആൾക്കാർ കണ്ടോ കാണാൻ നിൽക്കണത്. സോ അങ്ങനെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതകൾ നിങ്ങൾ കണ്ടില്ലേ. സോ നമ്മളെ ഇനി എൻ്റെ വീട്ടിലേക്ക് പോവാണ്. സോ എല്ലാവർക്കും ഇനി അടുത്ത വീഡിയോയിൽ കാണാം. സോ ഇതുപോലെ കുഞ്ഞു വീഡിയോസൊക്കെ ഇടയ്ക്കിടയ്ക്ക് എടുക്കും. സോ കാണാൻ താല്പര്യമുള്ളവർ കാണാം, അല്ലാത്തവർക്ക് പോവാം.